ഒരു നിയോഗത്താൽ നമുക്ക് ടി കെ മാധവൻ്റെ പ്രവർത്തന മേഖലയായി തന്നെ പറയാവുന്ന നാഗമ്പടം തേമാവിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ക്ലാസ് മാറ്റുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട സജീഷ് മണകയിലും അതുപോലെ രാജേന്ദ്ര ബാബു സാറും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു അനുസ്മരണം ചടങ്ങ് നടത്തുവാനായിട്ട് ഭഗവാൻ ജഗദീശ്വരൻ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ അനുഗ്രഹിച്ചു. ഈ പുണ്യഭൂമിയിൽ നിന്ന് ടി കെ മാധവൻ എന്ന ആ മഹാശക്തിയെക്കുറിച്ച് പറയുവാൻ, അന്ന് കേൾക്കുവാനൊക്കെ ഭാഗ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സുഹൃതം കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. പ്രിയപ്പെട്ട സജീഷ് മണകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുചരണങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ ഏറെ ബഹുമാന്യനായ നമ്മുടെ പഠനകേന്ദ്രത്തിൻ്റെ ചെയർമാൻ പ്രസാദ് സാറ്, രാജേന്ദ്ര ബാബു സാറ്, നമ്മുടെ ശ്രീ രഞ്ജിത്ത് മറിയപ്പള്ളി, രാജീവ് കുരപ്പട, ശ്രീഹരി, ശ്രീജേഷ് ഉൾപ്പെടെ ഏറെ ആദരണീയരായിട്ടുള്ള പഠിതാക്കളെ എല്ലാവർക്കും ആദരവോടെ നമസ്തേ. ഇന്നലെ വൈകിട്ട് മുതൽ വല്ലാത്ത അസ്വസ്ഥത. അപ്പം രാവിലെ പാലായിൽ മീറ്റിംഗ് പോകണം. എന്തായാലും 102 ഡിഗ്രിക്ക് മുകളിൽ പനിയുണ്ടെന്ന് ഉറപ്പാണ്. വീട്ടുകാർ പറഞ്ഞു ആശുപത്രി പോകണം. ഞാൻ പറഞ്ഞു പാലായിക്ക് പോകണം എന്ന് പറഞ്ഞു. പാലായിൽ ചെന്ന് മീറ്റിങ്ങിലിരുന്നിട്ട് പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. കാരണം പക്ഷെ എനിക്ക് മനസ്സിലായി, ഞാൻ അനുഭവിച്ചത് മാധവനാണ്. നീറുന്ന മാധവൻ്റെ വേദന ഞാൻ അനുഭവിച്ചു. ആ കാസാരോഗവും ആ രക്തം ഛർദ്ദിച്ചുള്ള പ്രസംഗവുമൊക്കെ എനിക്കിന്ന് അനുഭവിക്കാൻ കഴിയും. പക്ഷേ വേദിയിലേക്ക് ചെന്നപ്പോൾ ഞാൻ മാധവനായി എന്നെനിക്ക് തോന്നി. ഞാൻ പറയുന്നത് എൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പത്തെ അനുഭവമാണ്. ആ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് 1 മണി 1:30 2 മണിയായപ്പോഴേക്ക് വന്നപ്പോൾ ഇവിടെ പ്രസാദ് സാറ് ക്ലാസ് എടുത്ത് തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരാനായിരുന്നു. പക്ഷേ എനിക്ക് വയ്യ, ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. ഒരു 2 മണിക്കൂർ കിടന്നപ്പോൾ ഇപ്പം ഞാൻ ഉഷാറായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഈ 96ാമത് ടി കെ മാധവൻ്റെ അനുസ്മരണ ദിനത്തിൽ മാധവൻ സഞ്ചരിച്ച, ദേശാഭിമാനി സഞ്ചരിച്ച വഴികളിലൂടെ, ആ ശാരീരിക അവസ്ഥയിലൂടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു. നമ്മളെല്ലാം മാധവൻ്റെ മന്ദാര കുസുമങ്ങളാണ്. ആ അഭിനവ കാലഘട്ടത്തിലെ മാധവൻ്റെ മന്ദാര കുസുമങ്ങളായി നമുക്ക് ആ മാധവനാകാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള ചോദ്യമാണ് 96ാമത് സ്മൃതി ദിനത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. കാരണം ഓർക്കുക, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഗുരുവിൻ്റെ ശിഷ്യനാണ് ടി കെ മാധവൻ എന്ന് പറയുന്നത്. ഓർക്കുക, ഇന്ന് നമ്മൾ ഈ നാഗമ്പടത്തിരിക്കുമ്പോൾ 108 ശാഖകൾക്ക് ഭഗവാന്റെ കൈകൾ കൊണ്ട് ഭഗവാൻ ആ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അത് മാധവീയമാണ്. ആ മാധവീയം എന്താ ചെയ്തത്? ഗുരുവിനെ അടുപ്പിക്കുകയായിരുന്നു പ്രസ്ഥാനത്തിലേക്ക്. നമുക്കറിയാം, SNDP യോഗത്തെ നിഷേധിച്ചു പോകുന്ന ഒരു ധർമ്മ പഠന കേന്ദ്രമല്ല ഇവിടെയുള്ളത്. ഗുരുവിനെയും ഈ മഹാപ്രസ്ഥാനത്തെയും SNDP യോഗത്തെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ ധർമ്മ പഠന കേന്ദ്രമെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായത് 916 ഞാനിതാ ശരീരം കൊണ്ട് നേരത്തെ ഉപേക്ഷിച്ച സംഘടനയെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ, സ്വാമി തൃപ്പാദങ്ങളെ ഞങ്ങളെ കടൽ തീരത്തെ മണൽത്തരികളെന്ന് വിളിച്ചില്ലേ? ഇന്ന് ഞങ്ങൾ അങ്ങനെയല്ല. തൃപ്പാദങ്ങൾ പറഞ്ഞ സംഘടനാ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നായി ചിന്തിക്കുവാനും ഒരുമിച്ചിരിക്കുവാനും ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. അതിൻ്റെ ഉഗ്രപ്രതിജ്ഞയായി ഞാൻ 285 ശാഖായോഗങ്ങളും 10 യൂണിയനുകളും ഉണ്ടാക്കി തൃപ്പാദങ്ങൾ SNDP യോഗത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞപ്പോൾ 927 പള്ളാത്തുരുത്തിയിൽ വെച്ച് നടന്ന SNDP യോഗത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പങ്കെടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാവുന്നില്ല ഈ പ്രസ്ഥാനത്തെ. കാരണം ഇത് മഹാപ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് അജയ്യനായ ടി കെ മാധവൻ മരിക്കുമ്പോൾ ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോട്ടിലാൽ നെഹ്റു ഒരു അനുശോചന കത്ത് കേരളത്തിലേക്ക് അയച്ചു. 2.5 പേജായിരുന്നു ഉണ്ടായിരുന്നത്. അതേ ടി കെ മാധവൻ മരിക്കുമ്പോൾ ഇന്ത്യയുടെ മഹാത്മാവായ ഗാന്ധിജി ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സൗമ്യമായ മനസ്സ് മാത്രമുണ്ടായിരുന്ന ആ മഹാനുഭാവൻ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. മിസ്റ്റർ മാധവൻ മരിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്നാണ് ഗാന്ധിജി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചത്. ഈ മാധവൻ ആരാ? ഈ മാധവനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ?
സ്വന്തമായി അംബാസഡർ കാർഡുകൾ വിരലിലെണ്ണാവുന്ന മാത്രം തിരുവിതാംകൂറിലുണ്ടായിരുന്നപ്പോൾ സ്വന്തമായി അംബാസഡർ കാർഡ് ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്ന് സിൽക്ക് ജുബയും ഇട്ട് വന്നവൻ ഇന്ന് കേരളത്തിൻ്റെ പരിവർത്തനത്തിന് കാരണമായ 1924 ആ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അതിന് മുന്നോടിയായി ഗാന്ധിജിയെ കാണണമെന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ ആ ഗുരുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട്, ആ ഗാന്ധിജിയെ കാണുന്നതിന് വേണ്ടി പോവാൻ ഇതാ മാധവൻ ഇരിക്കുക. അണാ പൈസ കയ്യിലില്ല. സിൽക്ക് ജുബയിട്ട് നിറഞ്ഞവൻ്റെ കയ്യിൽ അണാ പൈസയില്ല. എനിക്ക് കാസാരോഗമാണ്. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു. പക്ഷേ എനിക്ക് പോകണമെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ പറ്റില്ല. ആ സഹായമില്ലാതെ പോവേണ്ട ഞാൻ ഈ 34 രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മാധവൻ ദേശാഭിമാനിയുടെ ഓഫീസിലേക്ക് വിതുമ്പി ചെന്നപ്പോൾ ദേശാഭിമാനിയുടെ മാനേജർ പറഞ്ഞു, മിസ്റ്റർ മാധവൻ, ഒരു ചെക്കിൽ ഒപ്പിട്ട് തന്നാൽ 34 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് തരാം. അത്ഭുതം കൊണ്ട് മാധവൻ ഇരിക്കുക, ഇതെന്താ അവസ്ഥ? ഉടനെ TK മാധവനോട് പറഞ്ഞു, ഷീമയിൽ പോയി ഡോക്ടർമാരായ 2 പേര് ഗുരുവിൻ്റെ വിദ്യാഭ്യാസ സംഘം കൊണ്ടുകൊണ്ടാണ് പോയത്. അവർ മടങ്ങി വന്നിട്ട് ഇതാ തപാലായി കമ്പിയിൽ അഴിച്ചു തന്നിരിക്കുകയാണ് 2 സ്വർണ്ണ പതക്കങ്ങൾ. അത് വിറ്റപ്പോൾ 34 കിട്ടി. അത് 34 രൂപ കിട്ടി. അത് മാധവനുള്ളതാണ്, എന്തിനും വിനിയോഗിക്കാം. ഇതാണ് ഗുരു എന്ന് പറയുന്നത്. ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തിലും ആത്മാവിലും നെഞ്ചിലും പേറിയാൽ ഒരു സംശയവും വേണ്ട, ഈ മഞ്ഞക്കുടിയുടെ മഹാപ്രസ്ഥാനം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവും. അവിടെ ഉണ്ടായതാണ് പരിവർത്തനത്തിൻ്റെ ധാരയുണ്ടായ മഹത്തായിട്ടുള്ള വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആ വൈക്കം സത്യാഗ്രഹം 25 നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ അവിടെ മാധവനും ഗുരുവും വേണോ എന്നുള്ള ചർച്ചകൾ പോലും ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, മാധവൻ നമ്മുടെ തിരുവാർപ്പിലേക്ക് വന്ന മാധവൻ ഒരു ചെറിയ വെള്ളത്തിൽ തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം വന്ന് ആ കൊച്ചുപാലത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ കാറ്റട്ട പോലീസുകാരൻ ചോദിച്ചത്, മിസ്റ്റർ മാധവ, നിങ്ങൾ ജാതിയിലാരെന്നാണ്. അപ്പോൾ പറഞ്ഞ്, ഞാൻ ജാതിയിൽ നിന്ന് എന്താ പ്രശ്നം, ഈ വഴിയിൽ നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓർഡറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ നിതാന്ത സഞ്ചാരിയായിട്ട് ആകെയുള്ളത് ഈ വടിയാണ്. ഈ വടി ഞാൻ ഇവിടെ വെച്ചിട്ട് നടക്കുകയാണ്. തടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ തടുക്കാൻ പറഞ്ഞുകൊണ്ട് മാധവൻ നടന്നു. ആ മാധവൻ നടന്നതാണ് തിരുവാർപ്പിൻ്റെ തിരുവോരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ആ തിരുവാർപ്പിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഇന്നും നിലനിൽക്കുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. ഇതിനെതിരെ പോരാടുവാനോ ഇന്നും നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മാധവൻ്റെ മന്ദാര കുസുമങ്ങളായിട്ട് ഇന്നും പരിവർത്തനത്തിൻ്റെ ധാര സൃഷ്ടിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നില്ല. ആ മാധവനെ ഹൃദയകുസുമമായിട്ട് ജീവിതത്തിൻ്റെ അശനിപാതങ്ങൾ നേടുന്ന അഭിനവ ജീവിതത്തിൽ നമുക്ക് കോറിയെടുക്കാൻ കഴിയണം, നെഞ്ചിൽ പേറാനായിട്ട് കഴിയണം. കാരണം ഇതാണ് മാധവൻ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നോക്കുമ്പോൾ ഗാന്ധി തൊപ്പിയും വെച്ചുകൊണ്ട് കുറേ ചെറുപ്പക്കാർ വിളിക്കുകയാണ്, ഇന്റർനാഷണൽ കോൺഗ്രസ് കീ ജയ്, മഹാത്മാഗാന്ധി കീ ജയ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടല്ല ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരുന്നത്, പക്ഷേ ഇത്ര ഉറച്ച ശബ്ദത്തിൽ ചെറുപ്പക്കാരുടെ ഇന്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടിയുള്ള ജയ് വിളി ആദ്യമായി കേൾക്കുന്നു. ഈ ഉറച്ച ശബ്ദം ഈ ചെറുപ്പക്കാരാരെന്ന് ചോദിച്ചപ്പോൾ മറുപടി വന്നു, അത് ദേശാഭിമാനി SNDP യോഗത്തിന്റെ നേതാവ് TK മാധവനും ചെറുപ്പക്കാരുമാണ്. TK മാധവൻ കോൺഗ്രസ്സുകാരനായത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാ, എന്നെയും നിങ്ങളെയും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു മാധവൻ ഇന്റർനാഷണൽ കോൺഗ്രസ്സുകാരനായത് എന്നുള്ളത് ചരിത്രമാണ്. ആ അഭിനവ കാലഘട്ടം നിൽക്കുമ്പോൾ നമുക്ക് ഈ രാഷ്ട്രബോധമുണ്ടോ, നമുക്ക് ഈ രാഷ്ട്രീയ ബോധമുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ, പഠിതാക്കളെ നമ്മൾ ചിന്തിക്കണം. ഗ്രാമാന്തരങ്ങളിലേക്ക് ഈ മാധവന്റെ വസന്തത്തെ പറഞ്ഞു വിടണം. കുട്ടനാടിൽ നിന്ന് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട്, കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന മാധവനുണ്ട്. ആ മാധവൻ പുതിയ പുനർവായനകളിലേക്കും എഴുത്തുകളിലേക്കും കടക്കുമ്പോഴാണ് അനുസ്മരണങ്ങളുടെ സ്മൃതിപടങ്ങൾക്കപ്പുറത്തേക്ക് TK മാധവൻ അജയ്യനായിട്ട് അനുഭവസുന്ദരമായ മാതൃകയായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. അപ്പം അതിനുള്ള പുതിയ ഉണർത്തുപാട്ടുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓർക്കുക, ചരിത്രം തിരുത്തി ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തോന്നി അല്പം ചന്ദനം ഒന്ന് തുടരണമെന്ന് തോന്നി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചന്ദനപ്പൊട്ടിരിക്കുക. ഈ ചന്ദനപ്പൊട്ടിരുന്നു കൊണ്ട് ഞാനും നിങ്ങളും ഇരിക്കുന്നുണ്ട് എങ്കിലും നമ്മളൊരു പക്ഷേ നിരീശ്വരവാദത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ലോകത്തിലേക്ക് ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നവരായി നമ്മൾ മാറിയില്ല എങ്കിൽ അതിന് പിന്നിൽ ഒരു ശബ്ദമുണ്ട്. അത് മാധവൻ്റെ ശബ്ദമാണ്. ആ മാധവന്റെ ശബ്ദമുണ്ടാകുന്നത് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയണം. കാരണം മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ CV കുഞ്ഞിരാമനും സഹോദരനീയപ്പനും ഒക്കെ പറഞ്ഞു, നമുക്ക് ഈ മതമൊന്നും ആവശ്യമില്ല, നമ്മൾ ഈ സനാതന ദർശനത്തിൽ നിന്ന് വിടുതൽ സ്വീകരിക്കുമെന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായിട്ട് ഒറ്റയ്ക്ക് നിന്ന് അരടാടിയൻ്റെ പേരാണ് TK മാധവൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ?
നാം നിൽക്കുന്നത് ഈ അരാജകബോധത്തിനപ്പുറത്തേക്ക് വളർന്നുകൊണ്ട് യഥാർത്ഥ സനാതനികളായിട്ട് ഞാനും നിങ്ങളും മാറണമെന്നുള്ള ഉഗ്രപ്രതിജ്ഞയായിരുന്നു മാധവന്റെ വലിയ നെറ്റിയിലുണ്ടായിരുന്ന ആ വലിയ ചന്ദനപ്പൊട്ടെന്ന് പറയുന്നത്. ആ ചന്ദനപ്പൊട്ടിൻ്റെ നാനാർത്ഥങ്ങളെ കുറിച്ചിട്ട് ഒരു തുടർവായന നടത്തുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് മാധവനിലേക്ക്, മാധവീയത്തിലേക്ക് ഞാനും നിങ്ങളും പതിയെ പതിയാണെങ്കിലും നടന്നെടുക്കുന്നത്. ഓർക്കുക, മാധവൻ തിരുത്തിയത് എവിടെ നിന്നുമാ? മാധവന്റെ അമ്മൂമ്മ മരിക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. മാധവന്റെ അമ്മൂമ്മ മരിക്കുന്നത് ഒരു സ്വർഗവാതിൽ ഏകാദശിക്ക്, ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ ആ ഏകാദശിക്ക് ഏത് ബ്രാഹ്മണന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കണം. അത് കിട്ടാത്തതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെയാണ് മാധവന്റെ വല്യമ്മ മരിച്ചത്. അവിടെ നിന്നും ആരംഭിക്കുന്നതാണ് മാധവന്റെ പഠന പ്രക്രിയ എന്ന് പറയുന്നത്. ഇതൊക്കെയാണു ജീവിതമെന്ന് ആ തിരുത്തുവായനകളാണ് TK മാധവൻ എന്ന അജീയനെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. നമ്മൾ ഓർക്കുക, ഈ രാജ്യം മുഴുവൻ നടന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും കരിപ്പിടിപ്പിച്ച മാധവൻ. ഓർക്കുക, നമ്മുടെ ശിവഗിരി തീർത്ഥാടനം നടക്കുമ്പോൾ അതിൻ്റെ പ്രക്രിയയിലേക്ക് വരുമ്പോൾ മാധവൻ ഇവിടെ വരാൻ കഴിഞ്ഞില്ല എങ്കിലും എല്ലാത്തിൻ്റെയും പിന്നിൽ ദേശാഭിമാനി മാധവനായിരുന്നു. ഓർക്കുക, എനിക്കും നിങ്ങൾക്കും വേണ്ടി എടുത്ത പണിയെടുക്കൽ എത്ര വലുതായിരുന്നു. താൻ നിയമസഭയിലെ സാമാജികനല്ല. ഇന്ന് 140 അംഗങ്ങളുള്ള കേരളത്തിൻ്റെ നിയമസഭയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പറയുവാൻ, ശ്രീനാരായണ ദർശനത്തെ പിന്തുടരുന്ന എൻ്റെയും നിങ്ങളുടെയും സമുദായത്തിന് വേണ്ടി പറയാൻ ഒരാളില്ലാത്ത രീതിയിലേക്ക് പായെങ്കിൽ അതിൻ്റെ കാരണം ചരിത്രത്തെ പിന്തുടർന്നുകൊണ്ട് മാധവന്റെ ഗർജിക്കുന്ന ശബ്ദത്തെയും തീരുമാനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമകാലീന രാഷ്ട്രീയ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പഠിതാക്കളിൽ നിന്ന് ആ ചരിത്രബോധം നമ്മൾ കോറിയെടുക്കണ്ടേ? അവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാര്യം എന്താ? ഒരു ചെറുപ്പക്കാരൻ ചെന്ന് അന്നത്തെ നിയമസഭയിലേക്ക് കയറിയപ്പോൾ ഒരു വെറ്റില ചെല്ലവും ചുമച്ചുകൊണ്ട് തുപ്പിക്കൊണ്ടിരുന്ന ഒരു നമ്പൂരിയാൻ പറഞ്ഞത്, ചെക്കനെ ഇത് കളിക്കോട്ടല്ല, നിയമം പാസ്സാക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മാധവൻ കയറി ചെന്നപ്പോൾ മാധവൻ സംസാരിച്ച ഭാഷ അവിടെ ഇരുന്ന ഭൂരിപക്ഷത്തിനും മനസ്സിലായില്ല. കാര്യം എന്താ? നിർഗളമായ ഇംഗ്ലീഷ് ആയിരുന്നു. മാധവൻ പ്രസംഗിച്ചത് എന്തായിരുന്നു? ദ ഡിസബിലിറ്റീസ് ഓഫ് ഈഴവാസ് ഇൻ ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റ് സർവീസിലെ ഈഴവന്മാരുടെ അപജയങ്ങളെ കുറിച്ച് സംസാരിച്ചു. മഹാഗുരു പറഞ്ഞോ, മാധവ താൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത്, ഈഴവന്മാരെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞില്ല. കാര്യം എന്താ? നമ്മൾ ഇന്ന് പഠന കേന്ദ്രത്തിന്റെ കീഴിൽ ഇവിടെ കൂടുമ്പോൾ നാം നിൽക്കേണ്ടത് ഏറ്റവും ഉന്നതമായ നിലയിലാണ്. ആ ഉന്നതമായ നിലയുണ്ടാകണമെങ്കിൽ അരാജകത്വ ബോധമില്ലാതെ സമാനതയുടെ സാമൂഹ്യ ഐക്യം ഈ രാജ്യത്തുണ്ടാവേണ്ടതുണ്ട്. ആ സാമൂഹ്യ ഐക്യം നഷ്ടപ്പെട്ടു പോയൊരു സമൂഹത്തിന് മുമ്പിലാണ് TK മാധവൻ എന്ന് പറയുന്ന ആ 6th ബോറങ്കാരൻ്റെ പ്രസംഗം അടിയരയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മാധവൻ ഒരു പ്രതിധ്വനിയായി, പ്രതിശബ്ദമായി നമ്മുടെ ഹൃദയത്തിലേക്ക് പകരണം. ആ മാധവന്റെ ചരിത്രം ലോകത്തിൻ്റെ ചരിത്രമാണ്. കേരളത്തിലെ ഏറ്റവും ലക്ഷണമത്ര ജീവചരിത്രം എന്ന് പറയുന്നത് TK മാധവനെ കുറിച്ച് എഴുതിയ ജീവചരിത്രമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ ഒരിക്കൽ യാത്രയിൽ കണ്ണൂർ വെച്ച് എന്നോട് പറഞ്ഞു, ഞാൻ SNDP യോഗത്തിലേക്ക് വരാൻ കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ TK മാധവന്റെ ജീവചരിത്രം വായിച്ചു. ഒരുപാട് പൊട്ടിക്കരഞ്ഞു ഞാൻ. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ SNDP യോഗത്തിന്റെ പ്രവർത്തകനായിരിക്കുമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ ഒരു മാധവനോ, ഇങ്ങനെ ഒരു മനുഷ്യനോ 44 വയസ്സിൽ എന്നെയും നിങ്ങളെയും വിട്ടിട്ട് പോയത് എന്തിനാണെന്നറിയാമോ? ഞാനൊക്കെ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്രയും കാലം 44 യൗവനത്തിൽ ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് സാമൂഹിക ജീവിതത്തിന്റെ അരാജകത്തിനെതിരെ പ്രതികരിക്കുന്നവരായി, പ്രതികരണത്തിന്റെ ശബ്ദമായി ഞാനും നിങ്ങളും മാറണമെന്നുള്ള ലോകത്തിന്റെ മുന്നറിയിപ്പാണ് 95 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ TK മാധവൻ നമ്മളോട് പറയുന്നത്. ആ മാധവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാധവനിൽ നിന്ന് പുതിയ മാധവന്മാരായി മാറാൻ കഴിയുന്ന ചരിത്രബോധത്തിലേക്ക്, സാമൂഹ്യ ബോധത്തിലേക്ക്, രാഷ്ട്രീയ ബോധത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നില്ല എങ്കിൽ മാധവൻ നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് തെളിയിക്കപ്പെടണം മാധവന്റെ മുമ്പിലെ ദീപം എന്ന് പറയുന്നത്. ഇതാ മാധവന്റെ മുമ്പിലെ ദീപം അടഞ്ഞു പോയിരിക്കുക. ഇതൊരു പ്രതീകാത്മകതയാണ്. ഇത് കത്തിക്കാൻ അറിയാവുന്നവരാ നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ മാധവൻ നമ്മളോട് പറയുന്നത് ഇതാ തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ തെളിയിക്കപ്പെടേണ്ട ദീപങ്ങൾ, തെളിയിക്കേണ്ട ജ്വാലകളാണ്, കനലുകളാണ് നമ്മളെല്ലാവരും ഒന്ന് ഓർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്തേ. ധർമ്മം ജയിക്കട്ടെ.